പോളിംഗ് ശതമാനം വലുതായി ഉയർന്നു എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോളിംഗ് ശതമാനം വലുതായി ഉയർന്നിട്ടില്ല. വി ഡി സതീശൻ്റെ കണക്ക് ഏകദേശം ശരിയായി വരും. 100 കിട്ടിയില്ലെങ്കിലും ഒരു 80 സീറ്റിന് മേളിൽ യു ഡി എഫിന് പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ന്യൂനപക്ഷ മേഖലകളിലാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നത്. നേമത്ത് തീർച്ചയായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരനെ അധികം ബാധിക്കാൻ വഴിയില്ല. കാരണം അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ വരും. അത് ഒരു പക്ഷേ ഡിവൈഡ് ചെയ്ത് പോകാനാണ് സാധ്യത. വി ഡി സതീശൻ പറഞ്ഞില്ലേ, വൻമരങ്ങൾ വീഴുമെന്ന്. പല വൻമരങ്ങളും വീഴും. പേരാമ്പ്രയൊക്കെ വലിയ വോട്ടിംഗ് ശതമാനം വന്നിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ CPM-നെ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ മേഖലകളിൽ അവർക്ക് വലിയ പരാജയം സംഭവിക്കാൻ പോകും. അവിടെ നിൽക്കുന്ന വൻമരങ്ങൾ ചിലപ്പോൾ വീണിരിക്കും, സംശയമില്ല. നമസ്കാരം. ഇത്തവണ കേരളം വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് വിധി എഴുതിയത്. പോളിംഗ് ശതമാനം ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു. ഈ വർധനവ് ഏത് മുന്നണിക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക? UDF-ന് 100-ലധികം സീറ്റുകൾ ലഭിക്കുമോ? അതേസമയം തന്നെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് MS വേണുഗോപാൽ. സാർ, കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഭരണവിരുദ്ധ വികാരം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടോ? ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവുള്ള കാരണവും എന്താണ്? പോളിംഗ് ശതമാനം വലുതായി ഉയർന്നു എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോളിംഗ് ശതമാനം വലുതായി ഉയർന്നിട്ടില്ല. ഉയർന്നിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നു. മറ്റ് പലയിടത്തും പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. അതായത് ഞാനതിനൊരു കണക്ക് നിങ്ങൾക്ക് പറയാം. 2021 2,07,732 വോട്ടർമാരാണ് ഉണ്ടായത്. 2026 ആകെ വോട്ടർമാർ എന്ന് പറയുന്നത് 2,75,03,768 2021. അത് ഇത്തവണ അത്രയും വോട്ടർമാർ ഇല്ല. നമുക്ക് 2,71,42,952 വോട്ടർമാരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം വോട്ടർമാർ കുറവ്. 3 ലക്ഷം വോട്ടർമാരെന്ന് കുറവെന്ന് പറയുമ്പോൾ 1.09% വോട്ടർമാർ കുറവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല മണ്ഡലങ്ങളിൽ നോക്കുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ്. അതേസമയം ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ വേണമെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 3% കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ 75.6% കഴിഞ്ഞ തവണത്തെ ടോട്ടൽ പോളിംഗ് എങ്കിൽ ഇത്തവണ 78.24 വന്നിട്ടുണ്ട്. അതിൽ 1% കൂടണം. അപ്പോൾ 76 എന്ന് പറഞ്ഞാൽ 2% വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ കനത്ത പോളിംഗ് എന്നൊന്നും പറയാനില്ല, 2% വ്യത്യാസം. പക്ഷേ ഈ 2% വ്യത്യാസം വന്നത് എവിടെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ വരും. അതായത് ഇത് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ 2% വർധനവ് വന്നിരിക്കുന്നത്. അത് ഞാൻ 140 മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് കാസർഗോഡാണ്. അതായത് കാസർഗോഡ് 72% 74% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ 2% വർധന വന്നിട്ടുണ്ട്. അതിൽ 1% വിട്ടോളൂ, കാരണം 1% നമുക്ക് കുറവാണല്ലോ. അപ്പോൾ 1% വർധന അവിടെയുണ്ട്. കൽപ്പറ്റയിൽ അതുപോലെ തന്നെ 75% 76%. അപ്പോൾ ഏതാണ്ട് ഈക്വലാണ്, കൂടുതലൊന്നും വന്നിട്ടില്ല. ഞാനീ പറയുന്നതെല്ലാം ന്യൂനപക്ഷത്തിൻ്റെ സ്ഥലങ്ങളിൽ വർധന വന്നിട്ടുള്ളതാണ്. മറ്റു പലങ്ങളിലും കുറവാണ്. ഇപ്പോൾ മഞ്ചേശ്വരം ഞാൻ ഉദാഹരണം പറയാം. 77.39% കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ ഇത് 73.85 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 77% ഉണ്ടായത് 78% ആയാലേ ഇപ്പോഴത്തെ ഈ പെർസെൻറ്റേജുമായിട്ട് നമുക്കത് മാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ എത്രയാ? അവിടെ ഏതാണ്ട് 4-5% വോട്ട് കുറവാണ്. ഇങ്ങനെ നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിടത്തോളം വി ഡി സതീശൻ്റെ കണക്ക് ഏകദേശം ശരിയായി വരും. 100 കിട്ടിയില്ലെങ്കിലും ഒരു 80 സീറ്റിന് മേളിൽ UDF-ന് പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ന്യൂനപക്ഷ മേഖലകളിലാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രധാനമായി UDF-ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ, അതായത് രണ്ടാമത്തെ ഒരു LSGD അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. അതാണിപ്പോൾ വരാൻ പോകുന്ന റിസൾട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണക്കുകൾ നോക്കിയപ്പോൾ ഞാനൊരു പെട്ടെന്നൊന്ന് വായിക്കട്ടെ.
കാസർഗോഡ് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി, അവിടെ മുസ്ലിം വോട്ടർമാർ കൂടുതലാണ്. കൽപ്പറ്റ പിന്നെ ന്യൂനപക്ഷ മേഖലയാണ്, വോട്ടർമാർ കൂടുതലാണ്. കോഴിക്കോട് നോർത്ത് സൗത്ത് അവിടെയൊക്കെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. ബേപ്പൂര് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, നിലമ്പൂർ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, വണ്ടൂർ പെർസെൻറ്റേജ് കൂടി, മഞ്ചേരി പെർസെൻറ്റേജ് കൂടി, മങ്കട പെർസെൻറ്റേജ് കൂടി, മലപ്പുറം പെർസെൻറ്റേജ് കൂടി, വേങ്ങര പെർസെൻറ്റേജ് കൂടി, വള്ളിക്കുന്ന് പെർസെൻറ്റേജ് കൂടി, തിരൂരങ്ങാടി പെർസെൻറ്റേജ് കൂടി, താനൂർ പെർസെൻറ്റേജ് കൂടി, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, ഇങ്ങനെ മലപ്പുറത്തെ തന്നെ സ്ഥലങ്ങളിൽ മലപ്പുറത്ത് വോട്ട് കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ 1% കുറവാണ് വരേണ്ടതെങ്കിൽ ഇവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ്. അല്ല, 1% വോട്ട് പെർസെൻറ്റേജ് കൂടുതലാണ് വരേണ്ടതെങ്കിൽ ഇവിടെ അല്ലാതെ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറയാം. മലപ്പുറത്തെ ഉദാഹരണം ഞാൻ പറയാം. മലപ്പുറത്ത് 76.56 കഴിഞ്ഞ തവണ ഉള്ള പോളിംഗ്, ഇപ്പോൾ 78.19 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ 1% കൂടുന്നതിന് പകരം അവിടെ വോട്ടർമാരും കൂടുതലാണ്. അപ്പോൾ 1% കൂടാതെ തന്നെ 2% വോട്ട് കൂടിയിട്ടുണ്ട്. 1% കൂടെ നമ്മൾ ആവറേജ് ഇട്ടാൽ പോലും അത് ഏതാണ്ട് 79 എന്ന് പറയുമ്പോൾ 3%-ലധികം മലപ്പുറത്ത് മാത്രം വോട്ട് കൂടുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പാലക്കാട് തന്നെ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ പൊന്നാനിയിലൊക്കെ വോട്ട് കൂടുതലാണ്. പിന്നെ ചിറ്റൂരാണ് പിന്നെ വോട്ട്, പിന്നെ ഗുരുവായൂരാണ് വോട്ട് കൂടുതൽ. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് ഗുരുവായൂർ. ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക. ഈ തൃശ്ശൂരൊക്കെ വന്നതിൽ ചിലപ്പോൾ തൃശ്ശൂർ നാട്ടികം വന്ന് ചിലപ്പം BJPക്കും കൂടെ ചില പ്രാധാന്യം വന്നേക്കാം. ഗോപാലകൃഷ്ണന് ഗുണം ചെയ്യാം? ഇല്ല, അതിന് ഗുണം ചെയ്യാനില്ല. കാരണം അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ മിക്കവാറും കേന്ദ്രീകരിക്കുക ലീഗിന് ഗുണമായിട്ടായിരിക്കും വരും. ആലുവ 76% ഉണ്ടായിരുന്നു, 78 അപ്പോൾ 2% വർധനവ് വന്നിരിക്കുന്നു. പ്ലസ് 1% കൂടെ കൂടുമ്പോൾ അത് എത്രയാണ്? 79 ആകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3% വർധനവ് ആലുവയിൽ വന്നിരിക്കുന്നു. ആലുവ UDFന് അനുകൂലമായ മണ്ഡലമാണ്. കളമശ്ശേരി 77 78 അപ്പോൾ 2 ശരിക്കും 3% അവിടെ വർധനവ് വന്നിരിക്കുന്നു വേണം നമ്മൾ കണക്കാക്കാൻ. പറവൂർ വോട്ടർ പിന്നെ ഈക്വലായിട്ട് നിൽക്കാൻ കഴിഞ്ഞ 1% വർധനവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 79 ഇത്തവണ 78 ചില്ലറ വന്നിരിക്കുന്നു. അപ്പോൾ 1% കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് തുല്യമായിട്ട് പണ്ടത്തെ പോലെ തന്നെ നിൽക്കുകയാണ്. വൈപ്പിനിൽ 76 78%, കൊച്ചിയിൽ 70 77. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണക്ക് നോക്കി വരുമ്പോൾ എറണാകുളം വരുന്നു, തൃക്കാക്കര വരുന്നു, പിറവം വരുന്നു, മൂവാറ്റുപുഴ വരുന്നു, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്, പാല, വൈക്കം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ മേഖലകളിലെല്ലാം വൻപിച്ച വോട്ട് ശതമാനം കൂടിയിരിക്കുകയാണ്. അതാണ് ഈ ഇൻക്രീസിൽ വന്നിരിക്കുന്നത്. അതേസമയം ഭൂരിപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലത്തും വോട്ടിംഗ് ശതമാനം അധികം കൂടിയിട്ടില്ല എന്നുള്ളതാണ് കാണാവുന്നത്. ഇതിങ്ങനെ വരുമ്പോൾ തന്നെ ഈ പിന്നെ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി ഇവിടങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുകയാണ്. പത്തനംതിട്ട വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ വരുന്നിടത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നത് ചടയമംഗലത്താണ്. ചടയമംഗലത്ത് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്, മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നത് കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലാണ്. അതുപോലെ ഇരവിപുരത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. ഇരവിപുരം അതുപോലത്തെ ഒരു ഏരിയയാണ്, മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഇരവിപുരം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇരവിപുരം വരുമ്പോൾ തന്നെ ഏതാണ്ട് 53 സീറ്റുകളിൽ വൻ പെർസെൻറ്റേജ് കൂടിയിരിക്കുകയാണ്. മറ്റിടത്തൊക്കെ ചെറിയ തോതിൽ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. മറ്റുള്ള ഇവിടെ 53 സ്ഥലങ്ങളിൽ വൻ പെർസെൻറ്റേജ് കൂടിയിരിക്കുകയാണ്. പ്ലസ് ഒരു 10 സ്ഥലങ്ങളും കൂടെ കൂട്ടിയാൽ തന്നെ 63 പിന്നീട് വരുന്നത് നെടുമങ്ങാട്, വാമനാപുരം, പിന്നെ തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലെല്ലാം വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. അതായത് തീരദേശങ്ങൾ വരുന്നിടത്തെല്ലാം വോട്ട് കൂടി. നേമത്ത് വോട്ട് കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വോട്ട് കൂടിയിരിക്കുന്നത് അതും തീരദേശ മേഖല വരുന്നതാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 64 മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ 3%, 4% വരെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാറിയിരിക്കുന്നു. നേമത്ത് ആർക്ക് ഗുണം ചെയ്യും? നേമത്ത് തീർച്ചയായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരനെ അധികം ബാധിക്കാൻ വഴിയില്ല. കാരണം അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ വരും. അത് ഒരു പക്ഷേ ഡിവൈഡ് ചെയ്ത് പോകാനാണ് സാധ്യത. 2 മുന്നണികൾക്കും ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകാനാണ് സാധ്യത. ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ശബരിനാഥൻ വോട്ട് ചെയ്യും, മറ്റൊരു വിഭാഗം ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജീവ് ചന്ദ്രശേഖർക്ക് ഗുണമായിട്ടേ വരാൻ വഴിയുള്ളൂ. ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ ജയം ആർക്കെന്ന് പറയാനും സാധിക്കാത്ത അവസ്ഥയിൽ അങ്ങനത്തെ 20 മണ്ഡലങ്ങളുണ്ട്. അങ്ങനത്തെ 20ഓളം മണ്ഡലങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണ്. ഞാൻ പറഞ്ഞ ഈ 64 എണ്ണത്തിൽ
യാതൊരു സംശയവും വേണ്ട, UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതായത് VD സതീശൻ പറഞ്ഞില്ലേ വൻമരങ്ങൾ വീഴുമെന്ന്, പല വൻമരങ്ങളും വീഴും. പേരാമ്പ്രയൊക്കെ വലിയ വോട്ടിംഗ് ശതമാനം വന്നിരിക്കുകയാണ്. ബേപ്പൂരിൽ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് ഇനി നോക്കിക്കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. CPM-ന്റെ കോട്ടകൾ തകരാനുള്ള സാധ്യതയുണ്ടോ? വടക്ക് CPM-ന്റെ കോട്ടകൾ പലതും തകരും. കണ്ണൂരിലധികം ഉണ്ടായില്ലെങ്കിലും കണ്ണൂരിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ണൂരിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ, പിന്നെ എറണാകുളത്ത് എന്നിവിടങ്ങളിലൊക്കെ ചില CPM വൻ മരങ്ങൾ വീഴും. അതിന് സംശയം. BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള, അതായത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ, എണ്ണാവുന്ന മണ്ഡലങ്ങളുണ്ടോ? ഉറപ്പിച്ച് പറയാവുന്നത് എനിക്ക് ഇപ്പോഴും നല്ല വ്യക്തമായിട്ട് പറയാവുന്നത് പിന്നെ ഒന്ന് നേമം തന്നെയാണ്. മറ്റൊന്ന് കഴക്കൂട്ടത്ത് സാധ്യതയുണ്ട്, കാരണം നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്, സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ചിലപ്പോൾ ഒരു പിന്നെ താമര വിരി, പലരും പറയുന്നത് വട്ടിയൂർക്കാവിൽ താമര വിരിയാൻ സാധ്യതയില്ലെന്ന്, അവിടെയും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. ഇത് ഈ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ CP ജോണിനാണെങ്കിൽ തീർച്ചയായിട്ടും CP ജോണിന് ജയിക്കുകയുള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് LDF-ഉം UDF-ഉം കൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ താമര വിരിയാൻ സാധ്യതയുണ്ട്. കടലോരത്തിൻ്റെ വോട്ട് പ്രധാനപ്പെട്ടതാണ്. കടലോരത്തിൻ്റെ വോട്ട് പ്രധാനപ്പെട്ടതാണ്. അത് മുഴുവൻ CP ജോണിനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ CP ജോണിനെ ജയിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവിടെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ താമര വിരിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വരാൻ വഴിയില്ല, കാരണം വളരെ കേന്ദ്രീകൃതമായി വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. സഭയുടെയൊക്കെ വളരെ വലിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് വരും. പാലക്കാട് ഇപ്പോഴും എഴുതിത്തള്ളാനൊക്കില്ല, ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും. മഞ്ചേശ്വരത്ത് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അവിടെയും താമര വിരിയാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രന് ഇത്തവണ ഭാഗ്യം തുണച്ചേക്കാം. തൃശ്ശൂർ പത്മജ വേണുഗോപാലിന് സാധ്യതയുണ്ട്. പിന്നെ കൊല്ലത്ത് ചാത്തന്നൂർ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ഇങ്ങനെ 4-5 സ്ഥലങ്ങളിൽ ഇപ്പം തന്നെ എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പറയാത്ത പല സ്ഥലങ്ങളിലും ചില അത്ഭുതങ്ങൾ സാധിച്ചേക്കാം. കുന്നത്ത് നാട് പോലുള്ള സ്ഥലങ്ങളിൽ 2020-യും ഒക്കെ പല നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 8 സീറ്റിന് അടുപ്പിച്ച് BJP-യും ഒരു 2 സീറ്റെങ്കിലും 2020-യും പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 8-9 സീറ്റുകൾ വന്നേക്കാം. ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടുണ്ടോ? വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ് വന്നതെന്നുള്ളതാണ് കാണേണ്ടത്. ന്യൂനപക്ഷങ്ങൾ CPM-നെ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ മേഖലകളിൽ അവർക്ക് വലിയ പരാജയം സംഭവിക്കാൻ പോവുകയാണ്. അവിടെ നിൽക്കുന്ന വൻമരങ്ങൾ ചിലപ്പോൾ വീണേക്കും, സംശയമില്ല. തെക്കോട്ട് വരുമ്പോൾ പല സ്ഥലങ്ങളിലും CPM-ന് പ്രതീക്ഷിച്ചത്ര നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം എന്നിവിടങ്ങളിലെ പോളിംഗ് പെർസെൻറ്റേജ് അത് കാണിക്കുന്നത്. അതുപോലെ നെടുമങ്ങാട്, വാമനാപുരം, പിന്നെ തിരുവനന്തപുരം മണ്ഡലം, നേമം, പിന്നെ അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര ഇവിടുത്തെയൊക്കെ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ ബ്ലോക്കായിട്ട് UDF-ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ഒരു തദ്ദേശ ഭരണത്തിൻ്റെ റിസൾട്ട് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. 80 സീറ്റിൽ കുറയാതെ UDF-ന് പിടിക്കാനുള്ള സാധ്യത കിട്ടുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ പോക്ക്. ഞാൻ പറഞ്ഞ 20 മണ്ഡലങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ വലിയ കുത്തൊഴുക്കിൽ മിക്കവാറും ആ 20 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും UDF കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ 80-ന് പുറത്ത് സീറ്റുകൾ നേടും.